ഉമ്മൻചാണ്ടിയുടെ നിഴൽ പോലെ നടന്ന ഒരുപാട് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തോടൊപ്പം നടന്ന കുറേ പേര് നമുക്കിപ്പം നമ്മുടെ കൂടെയുണ്ട്. അപ്പം വിഴിഞ്ഞം പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇന്നത്തെ സർക്കാർ അവഗണിക്കുകയായിരുന്നു ശരിക്കും ചെയ്തത്, പിണറായി സർക്കാർ. അപ്പം അതിനെക്കുറിച്ചും അതുപോലെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ അറിവായ കാലം മുതൽ, അതായത് എൻ്റെ പഠനകാലം മുതൽ, ഞാനൊരു ഡിഗ്രി ITA പഠിക്കുന്ന കാലം മുതലാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. അതായത് ഏകദേശം ഒരു 35 വർഷം മുന്നേ ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ കൂടിയതാണ്. സാറന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആകുന്ന അതിന് മുന്നേ, അത് ഫിനാൻസ് മിനിസ്റ്റർ 89 കാലത്ത് ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ കൂടുക. അന്നത്തെ കാലത്ത് പുതുപ്പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ, പുതുപ്പള്ളി സാറിൻ്റെ വാർഡെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി അങ്ങാടി കേന്ദ്രീകരിച്ചായിരുന്നു. പള്ളിയുടെ അങ്ങാടി എന്ന് പറഞ്ഞാൽ പള്ളി. ഇന്നത്തെ കാലത്ത് വലിയൊരു രാഷ്ട്രീയ സംഘടനയൊക്കെ ഉണ്ടായി. അത് കുറച്ച് പേരെ പ്രതികളാക്കി ഒരാൾക്ക് ഒരു CATയും INDUS അടിയാണ്. പക്ഷെ ഞാൻ ആ ജംഗ്ഷനിൽ താമസിച്ചുകൊണ്ട് ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്, 23-ാം വയസ്സ്. അപ്പോൾ എന്നെ അത് പ്രതിയാക്കി, 7ാം പ്രതിയാക്കി. 3 ദിവസം റിമാൻഡ് കിടന്നു. അന്ന് ഈ കുഞ്ഞില്ലമ്പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങളോട് സംസാരിച്ച കുഞ്ചായനും KK ദാമോദരൻ ചേട്ടനുമാണ് ഞങ്ങളെ നിറക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നത്. അന്ന് ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഇല്ലായിരുന്നു. KK കരുണാകരൻ പ്രതിപക്ഷ നേതാവ്. അന്നത്തെ കാലത്ത് പ്രതിപക്ഷ നേതാവ് KK കരുണാകരൻ സാറ് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ ഇത് റിമാൻഡ് ചെയ്യാമോ. ഇന്ന് TK രാമകൃഷ്ണനാണ് ആഭ്യന്തരവും സഹകരണ മന്ത്രി. അന്ന് ഞങ്ങളെ റിമാൻഡ് ചെയ്തു 3 ദിവസം. അപ്പോൾ ദാമോദരൻ ചേട്ടനും കുഞ്ചായനുമാണ് ഞങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. എന്ത് വന്നാലും ഞങ്ങളെ റിമാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ കോടതിയിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ മേടിച്ച് ഞങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിൽ ഹാജരാക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെ ഒരു 3 ദിവസം ഞങ്ങളെ ഹാജരാക്കി. അന്ന് എൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 23-24 വയസ്സാണ്. അന്ന് ഞാൻ അങ്ങനെ ഉണ്ടായ കാലത്താണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടുതൽ ബന്ധമുണ്ടായത്. കാരണം അന്ന് ഉമ്മൻചാണ്ടി സാർ പേഴ്സണൽ ബന്ധമില്ലെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നമ്മൾ KSU കളിച്ചു, യൂത്ത് കോൺഗ്രസ് കളിക്കുന്ന കാലമായിരുന്നു. അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് KV ഗിരീശനായിരുന്നു. ഈ ഗിരീശൻ ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റ്. ഞാൻ നേരം യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ്. അതിനുശേഷം ആണ് ഓരോ ഇതിലും അന്ന് മോഹൻദാസ് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി. അതിനുശേഷമാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആവുന്നതും രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ അന്ന് മുതൽ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ബന്ധമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ആശയപരമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പള്ളിയിലൊക്കെ ഒരു പ്രവർത്തിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ സാർ ഇവിടെ അന്ന് ഫിനാൻസ് മിനിസ്റ്റർ വരുമ്പം ഞാൻ താമസിക്കും, താനോട് വരാമെന്ന് ഞാൻ പറയും, രാവിലെ കുർബാനയ്ക്കും. അങ്ങനെ ഉണ്ട് എന്നോട് പറയേണ്ടതെന്ന് ചോദിച്ചാണ് ഞങ്ങൾ രാവിലെ ആദ്യം ഒരു 30 വർഷം മുന്നേ ആദ്യത്തെ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പം താനോട് പറഞ്ഞാൽ ഞാൻ 5 മണിക്ക് സാറിനെ ചെന്ന് വിളിക്കാം. അന്ന് അമ്മച്ചിയുള്ള കാലം. അന്ന് അമ്മച്ചി ഉണ്ടപ്പം ഞാൻ രാവിലെ ഒന്ന് വിളിക്കും. ഞങ്ങൾ രാത്രി പോരുന്ന 1 മണിക്കാണ്. സാറിൻ്റെ അന്നത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ക്രൗഡെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ വരും. സാർ ആരോടും നോ പറയത്തില്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വീട്ടിൽ വന്നിട്ട് നമ്മളൊന്ന് മാരിയെ കല്യാണം കിട്ടിയ എന്ന കാര്യത്തിൽ രാവിലെ ഒന്ന് വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോകും. പള്ളിയിൽ കൊണ്ടുപോയിട്ട് കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വന്ന പറഞ്ഞാൽ വീട്ടിൽ OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണാം. നേരെ ഇവിടെ ഒരു വത്സമാമയെ കണ്ടിട്ടേ പോകുള്ളൂ. കാരണം സാറിൻ്റെ എല്ലാം വത്സമാമയെന്ന് പറഞ്ഞാൽ പെങ്ങൾ എന്നല്ല, അമ്മാമ്മയെന്ന് വിളിക്കുള്ളൂ. അമ്മാമ്മയെ എല്ലാം അവിടെ നിൽക്കും. ഇവിടെ ഒന്ന് അമ്മാമ്മയെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാമ്മ പറയും, വത്സമാമ പറയും, ബിജു ഇങ്ങനെ ഞാൻ പറയും മിണ്ടണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ തരും. ഓരോ പേപ്പറാണെങ്കിലും ആരാണെങ്കിലും തരും. അങ്ങനെ ചെയ്തൊരു സംവിധാനം. അല്ലാതെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അപ്പുറമായിട്ട് കുടുംബബന്ധം. ഞാൻ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബമായിട്ടുള്ളത്. അതുപോലെ വീട്ടിലാണ് ഭാവി ആൻറ്റി ആണെങ്കിലും അച്ചുവാണ്. ചാണ്ടിയൊക്കെ ഞാൻ കാണുമ്പോൾ മുക്കട്ടി വിളിച്ചുകൊണ്ട് നടക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 വർഷം തന്നെ ഞാൻ തിരുവനന്തപുരത്തിരുന്ന കാലം. ആ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ചെയ്യുന്ന പ്രവൃത്തി, ഒരാളോട് സഹായിക്കുന്നു. ഞാൻ അവിടെ ചെന്നല്ലേ എന്നെപ്പോലുള്ളൊരു സാധു ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ സാർ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്, അല്ലാതെ വലിപ്പച്ചെറുപ്പില്ല. പിന്നെ സാർ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് ഒരുത്തൻ ഭയങ്കര ഗതികാരം നിൽക്കുക, സാറിൻ്റെ ഒരിക്കൽ കാര്യം പറഞ്ഞു. അപ്പോഴെന്നെ വിളിക്കുള്ളൂ, അതാരോട് നിൽക്കുന്നു. ഞാൻ പിന്നെ അവനെന്നെ വന്ന് നീ വിളിക്കാൻ പറയും. അവൻ്റെ ഒരു കാര്യമുണ്ട്, ആ പുള്ളി സാറിൻ്റെ ഇത് പൈസ ഇല്ലല്ലോ. അപ്പം പറയൂടൂ ഇങ്ങനൊരു കാര്യമുണ്ട്, അവർക്കൊന്ന് സഹായം ചെയ്തു കൊടുക്കുന്നു. സാറ് ചെയ്യും. അല്ലാതെ സാറിനെ പറ്റി ഈ പറയുന്ന അഴിമതിയും സാറ് ചെയ്താൽ വേറൊരാൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നവനോട് ഒരാൾക്ക് രോഗമായിരിക്കും, ട്രീറ്റ്മെൻറ്റിനായിരിക്കും, അവൻ കരഞ്ഞിരിക്കുക. ഞാൻ തൻ്റെ കയ്യിലുണ്ടോ ഞാൻ പറയും എൻ്റെ അടുത്ത്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞൊരു ദൈവത്തിന് തുല്യമാണ് എൻ്റെ അനുഭവത്തിൽ. കാരണം എനിക്ക് 2 പെൺപിള്ളേരായിരുന്നു. പഠിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും സാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുമായിരുന്നു. സാറിനോട് തന്നാലും ഞാൻ പിന്നെ മറ്റുള്ളതൊന്നുമല്ല പറഞ്ഞ് ഒരു സാറിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അതുപോലായിരുന്നു. പിന്നെ രാഷ്ട്രീയപരമായിട്ടാണ് സാറിൻ്റെ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ആരോടെങ്കിലും സാറ് എന്തെങ്കിലും പറഞ്ഞ ഉടനെ സാർ അത് തിരുത്തും. പിന്നെ ആരോടെങ്കിലും ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ബുദ്ധിമുട്ടി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ പല്ല് മാത്രം കടിച്ചൊരു കൈ പിടിക്കുന്ന ഒരു രംഗമുള്ളൂ. ആരോടെങ്കിലും അരിശം വന്നാൽ ചെയ്യുന്നത്.
അല്ലാതെ സാർ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ ഒരു മനുഷ്യൻ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ ഇല്ല. ഇത്രയും ട്രാവൽ ചെയ്ത് ഓൺ ദി റോഡിൽ ട്രാവൽ ചെയ്തൊരു വ്യക്തി ഇന്ത്യയിലോ ലോകത്തിലോ ഇല്ല ഉമ്മൻചാണ്ടി സാർ പോലെ. അങ്ങനെ പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോഴും ഞാൻ സാറിന് വേണ്ടി കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാ വർഷവും ഞങ്ങൾ വിറകിടും. ഇത്തവണ ഞാൻ കുഞ്ഞാനോടെ പോയി ഇപ്പോൾ വിറകിട്ടു. ഉമ്മൻചാണ്ടി സാർ കല്ലറയെ കൊണ്ടുവച്ച് ഞാൻ കുഞ്ഞാനിട്ടു. കാരണം ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നുകൊണ്ടിരുന്നതാണ്. ഉണ്ടാകുന്ന സമയത്ത് വൈകിട്ട് തന്നെ വിളിക്കും, ഇവിടെ എവിടെയാണെന്ന് ചോദിക്കും. ഞാനിവിടെ വിറവെക്കും. ഞങ്ങൾ ഇത്തവണ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നു. കുഞ്ഞാനും ഞാനിവിടെ ഇപ്പം വിറകിട്ടുണ്ട്. അതെല്ലാം അവൻ്റെ ഫോട്ടോസ് നിങ്ങൾ എടുത്തില്ലേ? അതാണ് ഞങ്ങൾ ചെയ്തത്. ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഇതിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനും, ദൈവമായിട്ട് ഞാൻ പറയത്തില്ല, പക്ഷേ പാവങ്ങളെ സഹായിക്കാൻ ഇത്ര ഒരു മനസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് സാധാരണക്കാരെ അതെ, അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആയിരുന്നു, വാർഡ് പ്രസിഡന്റ് മുതൽ വന്ന ബാങ്കിൻ്റെ പുതുപ്പള്ളി ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. അങ്ങനെ ഞാൻ കുറേ ദൂരം. പക്ഷേ ഇതിലെല്ലാം അപ്പുറം സാറ് ഒരു കാര്യം എന്നോട് പറയുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ കഴിയും. ഇവിടെ മാറിയിക്കാൻ പറഞ്ഞാൽ മാറി എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടത്തിൽ പോകും. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എന്നിട്ട് ഞാൻ പോകും. ഗസ്റ്റ് ഹൗസിൽ കിടക്കുമ്പോൾ ഗസ്റ്റ് ഹൗസിൽ പോയി സാറ് കുളിച്ച് എണീപ്പിച്ചിട്ട് ഞങ്ങളുടെ അവിടെ പള്ളി ഫസ്റ്റ് കുർബാനയ്ക്ക് പോകും. എന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞാൽ ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞാൽ എന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾ കയറി ഭക്ഷണമാവോട് പറഞ്ഞാൽ ഞാൻ പാഴ്സൽ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഓണത്തിന് വണ്ടിയായിരുന്നു കഴിക്കും. സാറ് മുസ്ലിം ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും MLA ആയിരുന്നപ്പോഴും CM ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും ഞാൻ കൂടുതൽ പോയിരുന്നു. പക്ഷേ ഞാൻ ഒരു 35 വർഷമായിട്ട് സാറിനെ അറിയാം. അന്നൊന്നും ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫല്ല, പക്ഷേ പുതുപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ കാര്യത്തിനും ഇപ്പോൾ ഇന്ന് ഒരാളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ സാർ ഉണ്ട്, ഞാനില്ല, അല്ലെങ്കിൽ സാർ പറയുള്ളൂ ഞാൻ അറേഞ്ച് ചെയ്യും, നാളെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കും. സാറിൻ്റെ ഏറ്റവും ഫിനാൻസറാണ് ടിറ്റിച്ചാൻ മരിച്ചുപോയി ഈയിടെ. ടിറ്റിച്ചാനായിരുന്നു പല കാര്യങ്ങളിലും സാറിൻ്റെ ഫൈനാൻസ് ചെയ്തിട്ടുള്ളത്. ടിറ്റിച്ചാൻ്റെ എനിക്ക് രാത്രി 1 മണിക്ക് പോയി പൈസ മേടിച്ചിട്ടുണ്ട്, പിറ്റേ ദിവസം കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ ഒരു സാറിന് കുറേ ഇങ്ങനെ ഉണ്ട് ബന്ധങ്ങൾ. പാപ്പജി സാർ പാമ്പാടി, ഇതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് പാപ്പജി സാറിൻ്റെ ഇരിക്കുന്ന പലർക്കുണ്ട് പൈസ മേടിക്കും. എന്നാൽ പാപ്പജി സാറാണ് സാറ് പൈസ മേടിക്കുന്നത്, അല്ലാണ്ട് പാപ്പജി സാറിനെ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാറിൻ്റെ എന്ന് പറയാൻ സാറിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും സാറ് ആരെയും സഹായിക്കും. ഇവിടെ ഇന്നടത്ത് പോകും, ഇന്നടത്ത് എന്ന് പറഞ്ഞാൽ കിട്ടും. RK സാർ എന്ന് പറഞ്ഞാൽ RK ബാലകൃഷ്ണൻ സാറിൻ്റെ പൈസ ഞാൻ കൊച്ചിലെ എൻ്റെ അറിവായപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഫിനാൻസ് മിനിസ്റ്റർ കാണുന്നത്. ഇപ്പോഴും അതെ, തിരുവനന്തപുരം മാത്രം അവരൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഈ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഈയിടെ RK പറ്റി ആരാണ്ട് പറയും, അത് ഞാൻ കേട്ട ഒരു 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 മീഡിയയിലുണ്ടായിരുന്നു. RK എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. അദാനിയുടെ കേസ് തന്നെ ഈ മീഡിയ വന്നിരുന്നു. RK ഫിനാൻസ് RK പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞാൽ കൊടുത്തു. അന്നേരം ഒരാഴ്ച കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടി സാർ വിളിച്ചേച്ച് പറഞ്ഞു, RK വിളിച്ചേച്ച് പറഞ്ഞു ഫൈനാൻസ് ഞങ്ങളുടെ കിട്ടിയിട്ട് വേണ്ടെന്ന്. ഇലക്ഷൻ സമയത്തെന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമല്ലേ. പക്ഷെ അത് സാറിൻ്റെ ഒരു ഒരു ഇതാണ്. പൈസ എന്ന് പറഞ്ഞാൽ അല്ല, ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നിനും അതുപോലെ ആരോടും കൂടുതലായിട്ട് ഒന്നും മേടിക്കത്തില്ല. പിന്നെ സാറിനെ നശിപ്പിക്കാൻ സാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് പലരും ശ്രമിച്ചിട്ടുണ്ട്, അതൊക്കെ അവരനുഭവിക്കും, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബന്ധങ്ങൾ സാറിനെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞവരോ സാറിനെ പറ്റി വൃത്തിയോട് പറഞ്ഞവരോ ഒക്കെ അനുഭവിച്ചിരിക്കും. ഇതൊരു 21-ാം നൂറ്റാണ്ടാണ്. അന്നൊരു എന്നെപ്പോലുള്ള ഞാൻ പറയില്ലേ, ഞങ്ങളൊക്കെ സാറിനെ ഇപ്പോഴും ഞാൻ വിശ്വസിച്ച് ഒരു കൂടി നടക്കുന്ന വ്യക്തിയാണ്. ഇന്നും ഞാൻ സാറിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം ചെയ്തവർക്കൊക്കെ കിട്ടും. ഉമ്മൻചാണ്ടി സാറിനെ പോലെ നേതാവിനെ ഇന്ത്യയിലോ കേരളത്തിലോ ലോകത്തിലോ കിട്ടത്തില്ല. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ശിവരാമൻ നായരാണ് പുള്ളിയുടെ ഏറ്റവും അടുത്ത ആൾ. ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ ശിവരാമൻ നായരുടെ മരണം വരെ ഉമ്മൻചാണ്ടി മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും എല്ലാ കാര്യത്തിനകത്തും കൂടെ നിൽക്കുന്നയാൾ ശിവരാമൻ നായർ. ഇവിടുത്തെ ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരു കലിങ്കിൻ്റെ ഒരു പേപ്പർ പോകണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ശിവരാമൻ നായരാണ് പോകുന്നത്. ശിവരാമൻ നായർ പോയത് കൊണ്ടാണ് ഇവിടെയുള്ള പല കാര്യങ്ങളും നടന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയെ പുള്ളിയുടെ PA ആള് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അദ്ദേഹം മാറി നിൽക്കത്തില്ല. ഉമ്മൻചാണ്ടിയെ ശകാരിക്കാൻ തക്കവണ്ണമുള്ള അത്രക്കിടത്ത ബന്ധമായി. ഉമ്മൻചാണ്ടിയെ ശകാരിച്ചാലും ഉമ്മൻചാണ്ടി തിരിച്ചോട്ട് കേൾക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെയുള്ള ആളായിരുന്നു ശിവരാമൻ നായർ. ആ ശിവരാമൻ നായരുടെ അനുജനാണ് ഈ പറയുന്ന മോഹൻദാസ്. വളരെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് ഉമ്മൻചാണ്ടി സാറിനുമായിട്ട് ഇടപഴകാനും സാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ സഹോദരൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ സഞ്ചരിക്കുന്ന ഒരു ഓഫീസായിരുന്നു. കാരണം പഴയ കാലത്ത് മൊബൈലോ അങ്ങനെയുള്ളൊരു സംവിധാനം ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് വർക്ക് പറയുന്ന ജോലി ചെയ്യുകയും അങ്ങനെ ഒരു സഞ്ചരിക്കുന്ന ഓഫീസായിട്ട് പ്രവർത്തിച്ച ആളാണ് ശിവരാമൻ നായർ. ആ ചേട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ചെറുപ്പകാലം തൊട്ട് സാറുമായിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്.
സാറിൻ്റെ കാര്യങ്ങളിൽ സാറ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു പഞ്ചായത്ത് അംഗമായപ്പോൾ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാങ്കിങ് രംഗങ്ങളിലൊക്കെ സാറിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. മുന്നോട്ട് നമ്മുടെ രാഷ്ട്രീയമായ വളർച്ച എല്ലാ രാഷ്ട്രീയ ചെറിയ സാധനങ്ങൾ വഹിച്ച കാലഘട്ടത്തിലും സാറിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. എൻ്റെ സഹോദര തുല്യനായിട്ട് ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തോ നമുക്ക് വളരെ അതീവമായ ദുഃഖമുണ്ട്. എൻ്റെ കുടുംബം അതുപോലെ സ്നേഹിച്ച ഒരാളാണ്. ഞങ്ങളെ വളരെ രീതിയിൽ മറ്റു കാര്യങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സാറിൻ്റെ ചെറിയ കാലങ്ങളിൽ സാറ് ഞങ്ങളുടെ വീടിനടുത്ത് ഉള്ള ഒരു നാഷണൽ ലൈബ്രറി ഉണ്ട്. ആ നാഷണൽ ലൈബ്രറിയിൽ ഞങ്ങൾ ചെറുപ്പകാലത്ത് പോയിക്കൊണ്ടിരിക്കുക. അന്ന് ബാലജന സഖ്യം അവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ബാലജന സഖ്യത്തിൻ്റെ പ്രവർത്തകനായിട്ട് സൈക്കിളെ വന്ന അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഞാൻ ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ട്. സൈക്കിളെ വന്നിട്ട് ഞങ്ങളുടെ എൻ്റെ ചേട്ടനും ഉമ്മൻചാണ്ടി സാറും ഒരുമിച്ചാണ് 8, 9, 10 പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചത്. അത് ഇന്നും ആ ഫോട്ടോ ഒക്കെ നമ്മൾ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് സാറിനോട് വളരെ ബഹുമാനമുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ അതുപോലെ ബഹുമാനമുണ്ട്. സാറിൻ്റെ എല്ലാ സ്മരണകളും നിലനിർത്തിയാണ് ഞാൻ മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്.